اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم إلهي لا تعذبني فإني مقر بالذي قد كان مني يظن الناس بي خيرا فإني لشر الخلق إن لم تعف عني അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സംഭവിച്ച എല്ലാ വീഴ്ചകളും വിട്ടുപുറത്തു ശിഷ്ടകാലം അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുന്നതാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സലാമത്ത് പ്രദാനം ചെയ്യുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ഫിത്നത്തിൽ ദുനിയ വമിൻ ശർരി ഫിത്നത്തിൽ ഫഖർ. അല്ലാഹുവേ, സമ്പന്നതയുടെ ശർറിനാൽ ഉണ്ടാകുന്ന നാശങ്ങളെ കുറിച്ചുകൊണ്ടും ദാരിദ്ര്യത്തിനാൽ ഉണ്ടാകുന്ന ശർറിനാലുള്ള നാശത്തിനെ തൊട്ടൊന്നും എന്നോട് ഞാൻ കാവല് തേടുന്നു. വിചിത്രമെന്ന് തോന്നും നമുക്ക് ഈ പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ദുആയിൽ ഉൾപ്പെടുത്താറുള്ള ഒരു പ്രാർത്ഥനയാണിത്. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ഫിത്നത്തിൽ ഗിനാ. സമ്പന്നതയാൽ ഉണ്ടാകുന്ന ഫിത്നകളുടെ ശർറിൽ നിന്നും എന്നോട് കാവൽ തേടുന്നു. അതുപോലെ തന്നെ വമിൻ ഫിത്നത്തി ശർരിൽ ഫഖർ, ദാരിദ്ര്യത്തിനാൽ ഉണ്ടാകുന്ന ശർറിൽ നിന്നും അതിന്റെ ഫിത്നയിൽ നിന്നും നാശത്തിൽ നിന്നും എന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥന. രണ്ട് അവസ്ഥയാണ് ഉള്ളത്. ഒന്നുകിൽ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ, ചിലപ്പോൾ സമ്പന്നതയുടെ അവസ്ഥ. സമ്പന്നരും പലപ്പോഴും പല സമയത്തും ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിലേക്ക് എത്താറുണ്ട്. ഈ രണ്ട് അവസ്ഥ, ഇതിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നത് രണ്ടിനാലും ശർറും ഫിത്നയും ഉണ്ടാകും. ചില ആളുകൾ സമ്പന്നരാകുന്നു, ചില ആളുകൾ ദരിദ്രരാകുന്നു. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തും അദലും നീതിയുമാണ്. ആർക്ക് അല്ലാഹുവിന് അറിയാം ആർക്കാണ് സമ്പത്ത് നൽകേണ്ടതെന്നും ആർക്കാണ് ദാരിദ്ര്യം നൽകേണ്ടത് എന്നും. എന്തായിരിക്കും അതിനുള്ള ഹിക്മത്ത്? അല്ലാഹുവിന്റെ അടുക്കൽ ഏതൊരു മനുഷ്യനും വിജയിക്കാൻ ഉതകുന്ന രീതിയിൽ അല്ലാഹു തആല നമ്മളെ പറഞ്ഞയക്കുന്നു. ചില ആളുകളെ സമ്പത്ത് കൊണ്ട് ആഖിറം നേടാൻ അല്ലാഹു തആല പറഞ്ഞയക്കുന്നു. ചില ആളുകളെ ദാരിദ്ര്യം കൊണ്ട് ആഖിറം നേടാൻ, സ്വർഗം നേടാനാണ് അല്ലാഹു തആല പറഞ്ഞയക്കുന്നത്.
എനിക്ക് സമ്പത്ത് നൽകിയത് എന്റെ കഴിവ് കൊണ്ടാണെന്ന് അഹങ്കരിക്കാനോ, എനിക്ക് സമ്പത്ത് നൽകാതിരുന്നത് എന്റെ കഴിവുകേട് കൊണ്ടാണ് എന്ന് പരിതപിക്കാതിരിക്കാനും വേണ്ടിയാണ് ബഹുമാനികളെ ഈ വിഷയം നാം മനസ്സിലാക്കുന്നത്. സമ്പത്ത് അല്ലാഹു നൽകിയിരിക്കുന്നത് അഹങ്കരിക്കരുത്. ദാരിദ്ര്യം നമുക്ക് നൽകിയേക്കുന്നത് നിരാശപ്പെടാനല്ല. രണ്ടും അല്ലാഹു തആല നമുക്ക് നൽകുന്നത് അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്വർഗം കരസ്ഥമാക്കാനുള്ള മാർഗമായിട്ട് സ്വീകരിക്കുക. സമ്പത്തിലൂടെയും സ്വീകരിക്കാൻ കഴിയും, ദാരിദ്ര്യത്തിലൂടെയും സ്വീകരിക്കാൻ കഴിയും. ബഹുമാനികൾ, സമ്പത്ത് കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും പിശാച് നമുക്കിടയിൽ കളിക്കും. ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദാരിദ്ര്യം എന്നത് പിശാചിന്റെ ഏറ്റവും വലിയ കെണി വലയായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ ശരീഫ് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ യഅ്മുറുകും ബിൽ ഫഹ്ശാ. അശ്ശൈത്വാൻ, പിശാച്, യഇദുകുമുൽ ഫഖറ, ദാരിദ്ര്യത്തെ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്തി തരും, ഭയപ്പെടുത്തി അറിയിക്കും, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യും. പല അർത്ഥവും. എന്നിട്ട് യഅ്മുറുകും ബിൽ ഫഹ്ശാ, മോശമായ കാര്യങ്ങൾ കൊണ്ട് അവൻ കൽപ്പിക്കുകയും ചെയ്യും. ഇന്നത് ചെയ്തില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ നീ ദരിദ്രനാവും കേട്ടോ. ഈ ചിന്താഗതി നമുക്ക് ഇട്ടു തരുന്നതാരാ? കള്ളത്തരം കാണിച്ചിട്ടില്ല എങ്കിൽ, ഉഡായിപ്പ് കാണിച്ചിട്ടില്ല എങ്കിൽ നഷ്ടം സംഭവിക്കും എന്ന ചിന്താഗതി നമുക്ക് ഇട്ടു തരുന്നതാരാ? അല്ലാഹു തആല പറയുന്നു, അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. അനന്തരാവകാശം കിട്ടേണ്ടതായ ആളുകൾക്കിടയിൽ നിന്നും ആ സ്വത്തുക്കൾ തന്ത്രപരമായിട്ട് നീ തട്ടിയെടുക്കണം, അല്ലെങ്കിൽ നീ ദരിദ്രനാവും കേട്ടോ. തരുന്നതാരാ? ബഹുമാനികളെ, നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരുന്ന പല രംഗങ്ങളും, അവിടെയെല്ലാം ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് മോശമായ പല തീരുമാനങ്ങളും നമ്മൾ എടുക്കുന്നത് അത് പിശാചിന്റെ കളിയാണ്. അല്ലാഹു തആല നമുക്ക് മുന്നറിയിപ്പ് നൽകി. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ. ദാരിദ്ര്യം അവൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യും കേട്ടോ. അവൻ ഇങ്ങനെ ഉണർത്തിത്തന്നുകൊണ്ടിരിക്കുന്നു, നീ ഇന്നത് ചെയ്തില്ലെങ്കിൽ നീ അനധിവിദൂര ഭാവി ദരിദ്രനാകും, അല്ലെങ്കിൽ എന്റെ മക്കൾ ദരിദ്രരായി പോകും. അങ്ങനെയല്ലേ പല തിന്മകളും സാമ്പത്തികമായ പല ക്രമക്കേടുകളും കാണിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്താ? ദാരിദ്ര്യത്തെ കുറിച്ചുള്ള നമ്മുടെ ചിന്തയും ഭയവുമാണ്. ബഹുമാനിക്കുന്നു, പിശാചിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ദാരിദ്ര്യം. ഇത് നാം മുൻകൂട്ടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് നമുക്ക് അടിവരയിട്ട് പറഞ്ഞു മനസ്സിലാക്കി. ഏതൊരവസ്ഥയിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇണ, അത് നമുക്ക് ഏറ്റവും വലിയ വിജയമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി. ഏതൊരവസ്ഥയിലും ചിലപ്പോൾ നമുക്ക് നല്ല സമ്പന്നതയാകാം, ചിലപ്പോൾ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയാകാം. നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് നമ്മെ സഹായിക്കുന്നത് എന്തായിരിക്കും? ഏതൊരവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയുന്നത്. ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാർ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരവസ്ഥയിലും നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാർക്ക് എന്തായിരിക്കണം? സപ്പോർട്ടായിരിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ്. അതുകൊണ്ടാണ് ദാവൂദ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്. ദാവൂദ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇംറഅതൻ. റബ്ബേ, എന്റെ ഇണയെ നീ മാറ്റണം കേട്ടോ, എന്റെ ഇണയെ നീ ആക്കി തീർക്കണം. തുഈനുനി ഫി അംരി ദുനിയ വൽ ആഖിറ. ആഖിറത്തിന്റെ കാര്യത്തിലും ദുനിയാവിന്റെ വിഷയത്തിലും എന്നെ സഹായിക്കുന്ന ഒരു ഇണയാക്കി നീ മാറ്റണമേ എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇംറഅത്തിൻ. റബ്ബേ, എന്റെ ഭാര്യയെ നീ ആക്കരുത്. തുശീബുനി ഖബ്ല വഖ്തിൽ മശീബ്. എനിക്ക് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നര ബാധിച്ചു തരുന്ന
പെണ്ണുങ്ങളിൽ എന്റെ ഭാര്യയെ നീ പെടുത്തരുത് എന്ന് ദുആ ചെയ്യാറുണ്ട്. ദാരിദ്ര്യം എന്നത് അത് പിശാചിന്റെ വലിയൊരു കുതിരയാണ്. അതിൽ പെട്ടുപോകാതിരിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നതാണ് നമ്മുടെ സദ്വൃത്തയായ ഭാര്യയെ. അതുകൊണ്ടാണ് ദാവൂദ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്, റബ്ബേ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇംറഅതൻ, എന്റെ ഭാര്യയെ നീ ആക്കണം, തുഈനുനി ഫി അംരി ദുനിയ വൽ ആഖിറ, ആഖിറത്തിന്റെ വിഷയത്തിലും ദുനിയാവിന്റെ കാര്യത്തിലും എന്നെ സഹായിക്കുന്നവളാക്കണം. ആരാക്കരുത്? തുശീബുനി ഖബ്ല വഖ്തിൽ മശീബ്, പ്രായമാകുന്നതിന് മുമ്പ് തന്നെ എന്നെ നരപ്പിച്ച് കളയുന്നവരിൽ എന്റെ ഭാര്യയെ നീ ഉൾപ്പെടുത്തരുത്, അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ആക്കരുത് എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒരു ഇണ, ഒരു നല്ല ഒരു ഇണ, സ്വാലിഹത്തായ ഇണ ഏതൊരു ആണിനും ദുനിയാവിന്റെ വിഷയത്തിലും ആഖിറത്തിന്റെ വിഷയത്തിലും സഹായിയായിരിക്കുമെന്നത് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്ന വലിയ യാഥാർത്ഥ്യമാണ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു ചരിത്രമുണ്ടായിരുന്നു. മഹാനവറുകളുടെ അടുക്കൽ ഒരു വസ്ത്രവ്യാപാരി വന്നിട്ട് തന്റെ മുന്നിലുള്ള വസ്ത്രത്തിന്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ എടുത്തു പറയാൻ. ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു വസ്ത്രം വാങ്ങാൻ വേണ്ടി തന്നെ തീരുമാനിച്ചതാണ്. പക്ഷെ ഈ മനുഷ്യൻ ഇങ്ങനെ ഈ വസ്ത്രത്തിന്റെ ഉള്ളതും ഇല്ലാത്തതുമായ ഗുണഗണങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരു വേള സംശയിച്ചു പോകും, ഇല്ലാത്തത് പോലും ഈ മനുഷ്യൻ പറയുന്നുണ്ടോ എന്ന് സംശയിച്ചു പോകും. ആ നിലയിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി തന്റെ വസ്ത്രത്തിന്റെ മേന്മയെ കുറിച്ച്. ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ ആ വിവരണം കേട്ടിട്ട് തന്നെ ആ മനുഷ്യനിൽ നിന്നും വസ്ത്രം വാങ്ങിയില്ല. വേറൊരാളിൽ നിന്നാണ് വസ്ത്രം വാങ്ങിയത്. 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ മനുഷ്യൻ തന്നെ വസ്ത്രം വിൽക്കാൻ വേണ്ടി ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ വന്നു. ആ സമയത്ത് ഈ മനുഷ്യന് വലിയ വിശദീകരണങ്ങളൊന്നും നടക്കുന്നില്ല. വസ്ത്രത്തെക്കുറിച്ച് കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, തൃപ്തിപ്പെട്ടാൽ മാത്രം വാങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങാൻ ശ്രമിക്കുമ്പോൾ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അല്ലയോ മനുഷ്യ, നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലേ? സാധാരണ നമ്മൾ ചോദിച്ചു, രണ്ടാമത് കാണുമ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലേ? ആ, വന്നിട്ടുണ്ട്. അന്നേ ദിവസം നിങ്ങൾ വസ്ത്രം വിൽക്കാൻ വേണ്ടി വന്നപ്പോ വസ്ത്രത്തെക്കുറിച്ച് ഒരുപാട് വർണ്ണിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടല്ലോ. ഇന്ന് നിങ്ങൾ അതൊന്നും പറയാതെ തൃപ്തിയുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങാനുള്ള കാരണം എന്താ എന്ന് ചോദിച്ചപ്പോ ഈ മനുഷ്യൻ പറയുകയാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിനോട്, എന്താണെന്നറിയോ, അന്ന് എനിക്കൊരു ഭാര്യയുണ്ട്. എന്റെ കച്ചവടം കഴിഞ്ഞിട്ട് അവളുടെ അടുക്കലേക്ക് ഞാൻ ഒരല്പം എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ അവൾ എന്നെ ആക്ഷേപിക്കും, പരിഹസിക്കും, കുറ്റപ്പെടുത്തുമായിരുന്നു. എനിക്ക് ഒരു സമാധാനം തരില്ലായിരുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവൾ മരണപ്പെട്ടു. പിന്നീട് ഒരു ഭാര്യയെ അല്ലാഹു തആല എനിക്ക് നൽകി. കച്ചവടത്തിന് വേണ്ടി ഞാൻ ഇറങ്ങുമ്പോ എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ ഭാര്യ പറയും, യാ ഫുലാൻ, അല്ലയോ മനുഷ്യ, അല്ലയോ ഭർത്താവേ, പ്രിയതമ, ഇത്തഖില്ലാഹ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. ഇത്തഖില്ലാഹ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലാ തുതിഇന്നാ ഇല്ലാ തയ്യിബ, നല്ലതല്ലാതെ ഒന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. എനിക്കും മക്കൾക്കുമായിട്ട് തരേണ്ടത്, ഭക്ഷിക്കാൻ വേണ്ടി തരുന്നത് ഏറ്റവും നല്ലത് മാത്രമായിരിക്കണം തരേണ്ടത്, ഹലാലല്ലാത്തതൊന്നും തരരുത് എന്ന് എന്റെ ഭാര്യ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുമ്പോ എന്റെ കയ്യിൽ പിടിച്ച് പറയാറുണ്ട് എന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്. ആദ്യം ഈ മനുഷ്യനെ കൊണ്ട് ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചത് എന്താ? തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ കൈ നിറയെ പൈസ ഉണ്ടാകണം. ഒരല്പം എങ്ങാനുമാണ് കൊണ്ടുപോയി കൊടുക്കുന്നതെങ്കിൽ കുറ്റം പറയും. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ഈ മനുഷ്യൻ പറയുകയാണ്, എന്റെ ആദ്യത്തെ ഭാര്യയുടെ അവസ്ഥ എന്താണെന്നറിയോ? ഒരല്പം കൊണ്ടുപോയി കൊടുത്താൽ അവൾ കുറ്റം പറയും. കുറെ കൊണ്ടുപോയി, കഷ്ടപ്പെട്ട് കുറെ കൊണ്ടുപോയി കൊടുത്താലും ഇത് കുറച്ചുള്ളല്ലോ എന്ന് പറഞ്ഞുകൊണ്ടും അവൾ കുറ്റപ്പെടുത്തുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിരിക്കുന്ന ഭാര്യ, കച്ചവടത്തിന് വേണ്ടി ഞാൻ ഇറങ്ങുന്ന സമയത്ത് എന്റെ കൈ പിടിച്ചുകൊണ്ട് പറയും, ഇത്തഖില്ലാഹ, കച്ചവടം ചെയ്യുന്ന സമയത്ത് നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. വലാ തുതിഇന്നാ ഇല്ലാ തയ്യിബ,
നല്ലതല്ലാത്തതൊന്നും ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരരുത് എന്ന് പറയുമായിരുന്നു. ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ടവരെ ഏറ്റവും നല്ല ഒരു സഹായിയാണ് സ്വാലിഹത്തായ ഒരു ഇണ എന്നുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഇണകളെല്ലാം സ്വാലിഹത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് ആണിനും പെണ്ണിനും അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ആണിന് മാത്രമല്ല പെണ്ണിനും എന്താണ് ദാരിദ്ര്യത്തെ കുറിച്ചുള്ളതായ ഭയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളതായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. മാത്രമല്ല ദാരിദ്ര്യത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ഫിത്നത്തിൽ ഫഖർ. ദാരിദ്ര്യത്തിനാൽ ഉണ്ടാകുന്ന ഫിത്നയുടെ ശർറുകളിൽ നിന്നും പടച്ചവനെ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് ബഹുമാനികളെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ദാരിദ്ര്യം എന്നത് വലിയൊരു പരീക്ഷണം തന്നെയാണ്. വലിയൊരു പരീക്ഷണം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിലല്ലേ, കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ കോതമംഗലം സ്വദേശിയായ നാരായണൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്തത്. എത്രയോ ആത്മഹത്യകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. ഇപ്പോൾ ദാരിദ്ര്യത്തിന്റെ പേരിലുള്ള ആത്മഹത്യകളൊന്നും തന്നെ വാർത്തയല്ലാതെയായി മാറിയിരിക്കുന്നു. മലയാള മനസ്സിനെ പിടിച്ചുലച്ച ഒരു സംഭവമാണ് കോതമംഗലം സ്വദേശിയായ നാരായണൻ എന്ന് പറയുന്ന സഹോദരൻ കാഴ്ചയില്ലാത്ത തന്റെ സഹധർമ്മിണിയെയും പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് മൂവാറ്റുപുഴ ആറിൽ ചാടി ആത്മഹത്യ ചെയ്തതായ സംഭവം. അവർ പറഞ്ഞ ന്യായം എന്തായിരുന്നു? അവര് മരണപ്പെടുന്നതിന് മുമ്പ് അവരുടെ വിശ്വാസം അംഗീകരിക്കുന്ന അമ്പലങ്ങളിലെല്ലാം പോയിക്കൊണ്ട് ദൈവങ്ങളോട് പറഞ്ഞിട്ടാണ് അവർ ആത്മഹത്യ ചെയ്തത് എന്ന വാർത്തയും നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ പിടിച്ചുലച്ച മറ്റൊരു സംഭവമാണ് ഉരുമന സ്വദേശിയായ അഷ്റഫ് മാലിക് എന്ന് പറയുന്ന മദ്രസാധ്യാപകന്റെ ആത്മഹത്യയും. ഒരു മദ്രസാധ്യാപകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. എന്തിന്റെ പേരിലാണ്? ദാരിദ്ര്യത്തിന്റെ പേരിൽ തന്നെയാണ്. സാമ്പത്തികമായ പ്രതിസന്ധി തന്നെയായിരുന്നു. ബഹുമാനികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, കുഞ്ഞുമക്കളോട് സ്വയം ജീവനെടുക്കുന്നത് പാതകമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു പണ്ഡിതൻ ദാരിദ്ര്യത്തിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോയതിന്റെ നേർചിത്രമാണ് അഷ്റഫ് മാലിക് എന്ന് പറയുന്ന ആ പണ്ഡിതനിലൂടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദാരിദ്ര്യം എന്നത് വലിയ പ്രശ്നം തന്നെയാണ്. എന്നാലും അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ്. സ്വർഗത്തിലേക്ക് എത്താൻ ചിലപ്പോൾ സമ്പത്ത് നമുക്ക് നൽകും, ചിലപ്പോൾ അള്ളാഹു തആല നൽകുന്നത് ദാരിദ്ര്യമാണ്. ഇതിനു വേണ്ടിയാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ളതായ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആത്മീയത. ആത്മീയത ഇല്ലാത്തവരല്ല. ആ നാരായണൻ എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെടുന്നതിന് മുമ്പ് എല്ലാ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പിന്നീട് മരണത്തിന് കീഴടങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മദ്രസാധ്യാപകന്റെ മരണവും എന്താണ്? ആത്മീയമായ ചിന്തയില്ലാത്തതിന്റെ പേരിലല്ലല്ലോ, ദാരിദ്ര്യത്തിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ബഹുമാനികൾ, ദാരിദ്ര്യം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ കാവൽ തേടേണ്ട ഒരു കാര്യമാണ്. ഒരു മദ്രസ അധ്യാപകന് അങ്ങനത്തെ ഒരവസ്ഥ വന്നിട്ടുണ്ട് എങ്കിൽ അതിന് ഒരു സമൂഹവും അതിന് മറുപടി പറയേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി തീർക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലിൽ ഫുഖറാഇ അല്ലദീന ഉഹ്സിറൂ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിതം കാഴ്ചവെക്കുന്നതായ ആളുകളുണ്ട്. ഫുഖറാഇ, ദരിദ്രരായ പാവപ്പെട്ടതായ ആളുകളുണ്ട്. ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ്, ഭൂമിയിൽ അവർക്ക് ഇറങ്ങിക്കൊണ്ട് പരിശ്രമിക്കുവാനോ അവർക്ക് ബിസിനസ് ചെയ്യുവാനോ ഒന്നും അവർക്ക് കഴിയില്ല. യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ, അവരെ കുറിച്ച് അറിവില്ലാത്തവർ വിചാരിക്കും അവർ നല്ല സമ്പന്നരാണ് എന്ന്. നല്ല തേച്ച് മിനുക്കിയതായ വടിവത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് നല്ല വാഹനത്തിലൊക്കെ യാത്ര ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോ അഗ്നിയാഅ, അവർ തരക്കേടില്ല എന്ന് നമ്മൾ വിചാരിച്ചു പോകുന്നു. പരിശുദ്ധ ഖുർആൻ ശരീഫ് പറയുകയാണ്. ഇതാരെ കുറിച്ചാണ് പറഞ്ഞെന്നറിയോ? ദരിദ്രരായ ആളുകൾ, പാവപ്പെട്ട ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആരെ കുറിച്ചാണെന്നറിയോ? മദീനയിൽ ഉണ്ടായിരുന്ന അഹ്ലുസുഫയിലുള്ള ആളുകളെ കുറിച്ചാണ്. മദീനയിലെ അഹ്ലുസുഫ എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. അവർ ഇൽമു പഠിക്കുന്നതിന് വേണ്ടി മാത്രം
ജീവിതം മാറ്റിവെച്ചവരാണ്. അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഇൽമിന്റെ അഹ്ലുകാരായ ആളുകൾ, അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഹ്സബുഹുൽ ജാഹിലു അഗ്നിയാഅ, അവർ സമ്പന്നരാണ് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർ പല വിഷമങ്ങളും മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് മുഖത്ത് പുഞ്ചിരി വിതറുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു തആല തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാടുകളിലുള്ളതായ ഉസ്താദന്മാരുടെ അവസ്ഥ എന്താണ്? ശമ്പളത്തിന്റെ അവസ്ഥകൾ മാത്രമല്ല, നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ഒരു പരിപാടികളുണ്ട് എങ്കിൽ എന്ത് കൊടുക്കണം എന്ന് ചിന്തിക്കുമ്പോ, പരസ്പരം ആലോചിക്കുമ്പോ, കൂടുതലൊന്നും കൊടുത്ത് പഠിപ്പിക്കണ്ട. ബഹുമാനികളെ, പാവപ്പെട്ടതായ ഉസ്താദന്മാർ അവരുടെ അവസ്ഥകൾ എന്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫ് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അവർ അള്ളാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ടാണ് ചെറുപ്പകാലം മുതൽ പഠിക്കുന്നതിനും അതുപോലെ തന്നെ സേവനം ചെയ്യുന്നതിനും വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടവരാണ്. അവരെ നിങ്ങൾ പരിഗണിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ആവശ്യങ്ങളിൽ മറ്റുള്ളവർക്ക് ഒപ്പം എത്താത്തതിന്റെ പേരിൽ, മറ്റുള്ളവർക്കൊപ്പം എത്താൻ പറ്റാത്തതിന്റെ പേരിൽ വിഷമത്തോട് കഴിയുന്നവർ, നമ്മളെ കാണുമ്പോൾ അവർ പുഞ്ചിരിക്കും. മക്കളുടെ ശാഠ്യവും ഭാര്യയുടെ ആവശ്യങ്ങളും എല്ലാം അവരുടെ പറയുമ്പോൾ നിറവേറ്റി കൊടുക്കാത്തതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ അവർ ചിരിക്കും. മറ്റുള്ളവരുടെ മക്കൾ വലിയ വലിയ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിക്കുമ്പോ നമ്മുടെയൊക്കെ മക്കളെ, അല്ലെങ്കിൽ ഉസ്താദന്മാരുടെയൊക്കെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ വിഷമിക്കുമ്പോഴും അവർ നമ്മുടെ മുമ്പിൽ ചിരിക്കും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ബഹുമാനികൾ, ഒരു അഷ്റഫ് മാലിക് എന്ന് പറയുന്നതായ ഉസ്താദ് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ നമ്മളെല്ലാവരും ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പണ്ഡിതന്മാർക്കും ഇങ്ങനത്തെ ഒരവസ്ഥ വരാൻ പാടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ബഹുമാനികൾ? ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ഫിത്നത്തിൽ ഫഖർ. റബ്ബേ, ദാരിദ്ര്യത്തിനാൽ ഉണ്ടാകുന്ന, ഫിത്നയാൽ ഉണ്ടാകുന്ന ശർറിനെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെ പ്രാർത്ഥിച്ചതല്ല. പലപ്പോഴും തകർന്നു പോകും, പലപ്പോഴും മനസ്സ് ചഞ്ചലമായി പോകും. എന്തുകൊണ്ട്? തുച്ഛമായി കിട്ടുന്ന വേതനം കൊണ്ട് ക്രമപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോ ബഹുമാനികളെ, താളം തെറ്റിപ്പോകുന്ന മനസ്സിന്റെ ഉടമകളായി പോകും എന്നുള്ളവരാണ്. ആരും അമ്പിയാക്കളല്ലല്ലോ. അമ്പിയാക്കളല്ലാത്തവരൊന്നും എന്തല്ല, നമുക്ക് പാപസുരക്ഷിതരല്ല. എന്നാലും ആ ഉസ്താദ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് നമ്മൾ ഉസ്താദിനെ കുറ്റപ്പെടുത്താനേ നമ്മൾ ഉണ്ടാവുള്ളൂ. പക്ഷെ ഉസ്താദ് പോയ മാനസികമായ സാഹചര്യങ്ങൾ, അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ നാരായണൻ എന്ന് പറയുന്ന ആ സഹോദരനും കഴിഞ്ഞുപോയ, ജീവിതത്തിലൂടെ കഴിഞ്ഞുപോയ ആ മാനസികമായ സമ്മർദ്ദം എത്രമാത്രമായിരുന്നു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം എന്നത് നമ്മിലേക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും ദരിദ്രരായ ആളുകളെ കാണുമ്പോൾ അവരോട് അനുകമ്പ കാണിക്കുക എന്നതും ഈമാനിന്റെ ഭാഗമാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാളെ മാസാന്ത സ്വലാത്ത് നടക്കുകയാണ്. 2ാം ശനിയാഴ്ചയാണ്. എല്ലാവരും കഴിയുന്നവരൊക്കെ സ്വലാത്ത് മജ്‌ലിസിൽ പങ്കെടുക്കണം. കാരണം അല്ലാഹുവിന്റെ മാസമാകുന്ന മുഹറം മാസത്തിലുള്ള സ്വലാത്ത് മജ്‌ലിസാണ്. സ്വലാത്ത് തന്നെ ഏറ്റവും മഹത്വമുള്ളതാണ്. കഴിയുന്നവരെല്ലാവരും സ്വലാത്ത് മജ്‌ലിസിൽ പങ്കെടുക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അതിലേക്ക് ഭക്ഷണം നൽകുന്നത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ ഷംസുദ്ദീൻ എന്ന് പറയുന്ന സഹോദരന്റെ മകനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഖബർ ജീവിതം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പള്ളിയുമായി നിത്യസമ്പർക്കം പുലർത്തിയിരുന്ന ഒരു സഹോദരൻ ഇപ്പോൾ ശാരീരികമായി അസ്വസ്ഥത കാരണം പള്ളിയിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ല. എത്രയും വേഗം അസുഖം മാറാൻ, സുഖപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ, പള്ളിയിലേക്കൊക്കെ വരാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പള്ളിയുടെ മസ്ജിദ് പുനർനിർമ്മാണത്തിലേക്കായി 20,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ആ സംഭാവനയെ സ്വീകരിക്കുമാറാകട്ടെ. ആ സഹോദരന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാറ്റി കൊടുക്കുമാറാകട്ടെ. മറ്റൊരു സഹോദരൻ പള്ളി പുനർനിർമ്മാണത്തിലേക്ക് 50,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സഫലീകരിക്കാനും ബിസിനസ്സിൽ കുടുംബത്തിലും ബറക്കത്തുണ്ടാകാനൊക്കെ വേണ്ടിയാണ് ദുആ ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഹദിയെ സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സഫലീകരിക്കുമാറാകട്ടെ. ബിസിനസ്സിലും കുടുംബങ്ങളിലും അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നീ സഫലീകരിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മനസ്സിന്റെ വിഷമങ്ങൾ നീ അറിയുന്നവനാണ്, എല്ലാത്തിനും പരിഹാരം നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കാര്യങ്ങൾ നീ ഏറ്റെടുക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിൽ വീടില്ലാത്തവരുണ്ട്, അനുയോജ്യമായ വീട് നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, അനുയോജ്യമായ ജോലി നൽകണം റഹ്മാനെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, കടം വീട്ടാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കണം റഹ്മാനെ. മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കണം തമ്പുരാനെ. പള്ളിയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അതിലേക്ക് സഹായിച്ചവരെ എല്ലാം നീ കബൂലാക്കണം റഹ്മാനെ. കൊച്ചുമക്കളടക്കം സഹായിച്ചിട്ടുണ്ട്, എല്ലാവരുടെയും സഹായങ്ങൾ നീ സ്വീകരിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ശാരീരികമായി അസ്വസ്ഥത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരൻ 20,000 രൂപ പള്ളി നിർമ്മാണത്തിലേക്കായി നൽകിയിരിക്കുന്നു റബ്ബേ, നീ സ്വീകരിക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ വിഷമങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. പൂർണ്ണമായ ശിഫ നൽകണം റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും മാറി പള്ളിയിലേക്ക് സന്തോഷത്തോടെ വരാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹു 50,000 രൂപ നൽകിയ സഹോദരനെ കബൂലാക്കണം റഹ്മാനെ. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണം റഹ്മാനെ. പടച്ചവനെ, ബിസിനസ്സിലും കുടുംബത്തിലും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തടസ്സങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടതായ ശംസുദ്ദീൻ സാഹിബിന് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ, മർഹമത്ത് നൽകണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ മകന്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണം റഹ്മാനെ. അള്ളാഹുവെ, വീട് എന്ന സ്വപ്നത്തിലേക്ക് അള്ളാഹുവെ അതിനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഇസ്മായിൽ സാഹിബിന് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, സമീപത്ത് ഒരുപാട് സഹോദരങ്ങളും സഹോദരിമാരും മരണപ്പെട്ടിട്ടുണ്ട്, അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ബർസഖ് സന്തോഷത്തിലാക്കണം റഹ്മാനെ. സാധുക്കളായി ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനെ. റബ്ബന റഹ്മഹും കമാ റബ്ബൗനാ സിഗാറ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. നമസ്കാരം പറഞ്ഞിട്ടുള്ളത് പുതിയ വീട്ടിൽ അബ്ദുൽ ഹമീദ്, വലിയ വീട്ടിൽ അബൂബക്കർ, കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഷൈഖ് ഐലൻസ് അഹമ്മദ് ബുഖരി ഹാജി, നവാസ് മന്നാനി പനൂർ ഉസ്താദവരുടെ ഉമ്മ സുബൈദാബി, അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വാഹിദ് ദഅവത്തുൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി